ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും പിന്നെ അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലുള്ള മീഡിയംസ് നെല്ലിക്കയാണ് നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കുന്നത്. പിന്നെ ഇത്രയും ഞാനിപ്പോൾ ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കുന്നില്ല, ഇതൊന്ന് കുറച്ച് ഞാൻ ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ഇനി നെല്ലിക്കയെല്ലാം നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ നെല്ലിക്ക എല്ലാം ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് കുറച്ച് ഞാനെടുത്ത് ജ്യൂസ് അടിക്കുന്നുള്ളൂ, ബാക്കി ഞാൻ അച്ചാറിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ നീരും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ ഒരു കാന്താരി മുളക് കൂടി ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ എരിവ് ഇല്ലാതെയാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ കുറച്ച് വെള്ളം, അതായത് നെല്ലിക്ക മുങ്ങിക്കിടക്കുന്ന വെള്ളമാണ് ഞാൻ ജ്യൂസ് അടിക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സോൾട്ട് നോക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നെല്ലിക്ക ജ്യൂസ് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന റെസിപ്പിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത റെസിപ്പിയായിട്ട് നമുക്കിനിയും കാണാം. ഓക്കെ, ബൈ.